ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, അതായത് ഒന്നാമത്തെ നിലയിലേക്ക് നമുക്ക് സർക്യൂട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഡി ബിയിൽ നിന്ന് 3 ഫേസ് ഡി ബിയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഡി ബി ആണ് കാണുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒന്നാമത്തെ നിലയിലാണ്. ഒന്നാമത്തെ നിലയിലേക്ക് നമുക്ക് മിനിമം ഒരു 4 പൈപ്പെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടിരിക്കും. 25 mm പൈപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, 4 പൈപ്പ് നേരെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുവഴിയാണ് മുകളിൽ 2 റൂം, പിന്നെ ഒരു ഹാള്, പിന്നെ ഓപ്പൺ ടെറസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സർക്യൂട്ട് കാര്യങ്ങൾ, AC, വാട്ടർ ഹീറ്റർ ഇതെല്ലാം കൊണ്ടുപോകുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 4 പൈപ്പെങ്കിലും നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ടേക്കുക. കണ്ടോ, നമ്മളൊരു ജംഗ്ഷൻ പോലെ അവിടെ വരുന്ന ഒരു എൻട്രൻസിൽ അത് വരുന്ന ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തൊട്ട് ബാക്കിൽ വരുന്ന ഒരു റൂമാണ് വരുന്നത്. പിന്നെ അതിൽ നിന്ന് വരുന്ന തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു റൂം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 റൂം, അതിൻ്റെ AC, വാട്ടർ ഹീറ്ററുകൾക്ക് എല്ലാ സർക്യൂട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെട്ടി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഭിത്തി ക്ലിയർ ചെയ്തിരിക്കാൻ സാധിക്കും. ഒരു 4 പൈപ്പ് തന്നെയാണ് കൊണ്ടുപോയതിന് ശേഷം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീടാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സർക്യൂട്ടോ കാര്യങ്ങൾ സിമ്പിളായിട്ട് വലിച്ചെടുക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. എല്ലാം നമ്മൾ സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് 25 mm പൈപ്പാണ്. അതായത് 25 പൈപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സർക്യൂട്ട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് മാത്രമല്ല, പിന്നെ മുകളിൽ നിന്നുള്ള ചില വീടുകളിൽ നമുക്ക് ചില അവസാനം ഫിനിഷിംഗ് സ്റ്റേജിലായിരിക്കും നമ്മളോട് പറയുന്നത്, അതായത് ഏറ്റവും ഫ്രണ്ടിലുള്ള മുകളിലുള്ള ലൈറ്റ് ലീഡുകളെല്ലാം തന്നെ താഴത്തെ സ്വിച്ച് ബോർഡുകളിൽ നമുക്ക് കിട്ടണം എന്ന് പറയാണ്ട് ഫ്രണ്ടിലെ മാത്രം, വീടിൻ്റെ ഫ്രണ്ട് ഏരിയകൾ മാത്രം. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ലൈറ്റുകളും നമുക്ക് താഴേക്ക് കൊണ്ടുപോകാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുക്കണം. ഇനി ഡയറക്റ്റ് വേണമെങ്കിൽ അതിൽ നിന്നൊരു പൈപ്പ് നേരെ വേണമെങ്കിൽ താഴേക്ക് ലിങ്ക് ചെയ്തിട്ടാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പിന്നീടാണെങ്കിലും നമുക്ക് ഒരു വയറോ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തന്നെ വയറുകളെല്ലാം തന്നെ ടൈറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാനായിട്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് വരുന്ന ഏരിയകളിൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന 4 പൈപ്പ് കൊണ്ടുവരുന്ന പൈപ്പുകളിൽ 2 പൈപ്പ് ഇവിടെ മെയിനായിട്ട് വന്നു. അതിൽ നിന്നും സീലിങ്ങിലേക്കുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൽ നിന്നുമാണ് നേരെ അടുത്ത റൂമിലേക്കുള്ള ഓപ്ഷൻ കൂടി കൊടുത്തത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റെയറിൻ്റെ ഏരിയ. ആ സ്റ്റെയറിൻ്റെ ഏരിയ വഴിയാണ് നേരെ മുകളിലേക്ക്, താഴെയാണ് DB ഇരിക്കുന്നത്, അതിൽ നിന്ന് നേരെ മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകുന്നതിന് ശേഷം എല്ലാ സ്ഥലത്തേക്കും ലിങ്ക് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒരു പൈപ്പോ 2 പൈപ്പോ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് കൊടുക്കാതിരിക്കുക. കാരണം സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. ചിലപ്പോൾ ഓപ്പൺ ടെറസിലായിരിക്കും വാഷിംഗ് മെഷീൻ വരിക. വാഷിംഗ് മെഷീൻ വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുവരണം. വാട്ടർ ഹീറ്ററിന് സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുവരണം. റൂമിന് സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഹാളിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ട്, ഇങ്ങനെ എല്ലാ സർക്യൂട്ടുകളും നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു റൂമിൽ തന്നെ 3 സെപ്പറേറ്റ് സർക്യൂട്ട് വരുന്നുണ്ട്. വയർ ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടി ഇത്രയും പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്, ഡയഗ്രാം പോലെ നമ്മൾ അറിയണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഫ്ലോറിൽ എത്ര പൈപ്പുകളാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, സെക്കൻഡ് ഫ്ലോറിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view.